ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന മൂവിയുടെ പേര് DC. നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെയും വമ്മിക ഗബ്ബിയുടെയും പടമാണ് DC. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. ലൈക്ക് ഇറ്റ് വിൽ ബി ഹാവിങ് എക്സ്പ്ലനേഷൻ വൈ ഐ ലവ്ഡ് ഇറ്റ് ആൻഡ് എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ടായിരിക്കും. അപ്പം സ്പോയിലേഴ്സ് ഉണ്ടാവും. പക്ഷേ സ്പോയിലേഴ്സ് വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. അടിപൊളി മൂവിയാണ്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. മസ്റ്റായിട്ടും ഇത് 18+ ഒരു മൂവിയാണ്. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ കൊണ്ടുപോകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് കുറേ വയലൻ്റ് രംഗങ്ങളും ഗോർ രംഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് തന്നെ കുറച്ച് എന്നുള്ളൊരു ഇത് വന്നു. പിന്നെ മാർക്കൊക്കെ കണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഇറ്റ് വാസ് ഓക്കെ. ബട്ട് സ്റ്റിൽ കുട്ടികളെ കൊണ്ടുപോകുന്നതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കുട്ടികൾ കൊണ്ടുപോകരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 18+ മൂവീസാണ്. അതുകൊണ്ട് ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ട് പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. ഓക്കെ, ഇനി മൂവിയിലേക്ക് കിടക്കാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അഗെയിൻ ഞാൻ പറയുകയാണ്, സ്പോയിലേഴ്സ് ഉണ്ടാവും. നിങ്ങൾ മൂവി കണ്ടിട്ടില്ലെങ്കിൽ മൂവി കണ്ടതിന് ശേഷം വന്നിട്ട് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾക്ക് കമൻറ്റിൽ അത് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ് ഈ മൂവിയുടെ ഒരു ലെവലപ്പ് ചെയ്തേക്കുന്ന ഒരു രീതിയുണ്ട്. മ്യൂസിക്കിൻ്റെ കാര്യം വെച്ചിട്ട് മ്യൂസിക് അസാധ്യ മ്യൂസിക് എന്ന് വെച്ചാൽ അസാധ്യ മ്യൂസിക്കാണ്. അത് അവസാനത്തെ രാഗ ഓഫ് റിവെഞ്ച് ഓർ ഓട്ടോർ അതാണെങ്കിലും വേടൻ്റെ റാപ്പാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കുറേ റാപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ മ്യൂസിക് ലൈക്ക് എന്താ പറയുക, കർണാട്ടിക് മ്യൂസിക് വെച്ചിട്ടുള്ളൊരു ബ്ലെൻഡാണ്. ഒരു രക്ഷയില്ലാതാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അസാധ്യ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു പോയിൻ്റിൽ പോലും നമ്മൾ ചില പോയിൻറ്റിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വേറൊരു ലെവലിലോട്ട് എലിവേറ്റ് ചെയ്ത് മൂവി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അത് കിടിലമായിട്ടാണ് ആ മൂവിയിൽ അനിരുദ്ധ് വർക്ക് ചെയ്തിരിക്കുന്നത്. മിക്ക പടങ്ങളിലും പുള്ളി അങ്ങനെ വരാറുണ്ട്. ബട്ട് സ്റ്റിൽ ചില പടങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ പുള്ളി ഫെയിലായിട്ടുള്ള പടങ്ങളുണ്ട്. ബട്ട് ഈ പടത്തിൻ്റെ കാര്യം വെച്ചിട്ട് മൂവിയെ എലിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അസാധ്യ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സീൻസൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂസ് ബംസ് വരുന്ന സീൻസൊക്കെ ഉണ്ട്. ലൈക്ക് ഒരു കടൽ എന്ന് പറയാൻ പറ്റില്ല, ലൈക്ക് അതേപോലൊരു സ്ഥലത്ത്, കടലല്ല, ഒരു കായൽ പോലൊരു സ്ഥലത്ത് രണ്ടുപേരും ചെന്ന് നിൽക്കുന്ന സമയത്ത് ഉള്ള ഷോട്ടുകൾ, ഇത് കാണുമ്പം ലൈക്ക് ഗാങ്സ് ഓഫ് വസിപ്പൂറോ ആ പടവും അല്ലെങ്കിൽ ഹോളിവുഡിൽ ഒരു ഗാങ്സ്റ്റർ മൂവിയൊക്കെ കാണുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലൊരു ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സൂര്യൻ, അതിൻ്റെ ഫ്രണ്ടിൽ രണ്ടാൾക്കാർ നിൽക്കുന്ന അങ്ങനെ ഒരു ഷോട്ടുണ്ട്. കൂടുതൽ എന്താ പറയുന്നത്, പ്രദേശം എന്ന് പറയുന്നത് ഒരു കാട് പിടിച്ചിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ള കുറേ ഷൂട്ടുകൾ. അതുപോലെ അവസാനം മോനെ ഒരു ഷോട്ടുണ്ട്, അതായത് ഒരു സംഭവം, ഒരു പോലീസുകാരൻ്റെ കൈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു സംഭവം കത്തിച്ച് വെച്ചേക്കുന്ന സമയത്ത് ഒരു കാർ കയറി വന്നിട്ട് ഉള്ളൊരു ഷോട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം ഇവൻ്റ് നടക്കും. അതിന് ശേഷം ഒരു പൊടിക്കകത്തുനിന്ന് ഇവർ രണ്ടുപേരും കയറി വരുന്നൊരു സീൻ. രണ്ട് പേര് കയറി വരുന്ന സീൻ, ഗൂസ് ബംസ് എന്ന് വെച്ചാൽ ആ സീൻ കണ്ടു വാവ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു അതിലൊരു സീനാണ്. അത് കിടിലമായിട്ട് അത് ആ ഒരു രണ്ടുപേർ കയറി വരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക പൊസിഷനും അവരുടെ ഒരു ഒരു ടീം ഫോർമേഷൻ ഉണ്ടല്ലോ, അതും പരിപാടി അത് കിടിലമായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സിനിമാറ്റോഗ്രഫി നോക്കുകയാണെങ്കിൽ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് അടിപൊളിയായിട്ടാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രഫിയാണ്. അതിനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുള്ള മ്യൂസിക്കും. ചില ഒരാൾ മരിച്ചു കിടക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലൈക്ക് അത് സിമ്പിൾ ഷോട്ടാണ്, ഒരു ഇതില്ലാതൊരു ഷോട്ടാണ്. പക്ഷേ ആ ഷോട്ടിൽ നമ്മൾ ഒരാളിങ്ങനെ നിന്ന് നോക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് കാണുമ്പം അവർക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നമുക്കത് ഫീൽ ചെയ്യും. ആ രീതിയിലാണ് ഷോട്ട് വെച്ചിരിക്കുന്നത്. ഒരു കാടിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ കാണുന്ന ഒരു ചെറിയ രണ്ട് ശിഖരങ്ങളെ പോയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, ആ സീന്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ മൂവിയിൽ. ത്രൂ ഔട്ട് ദ മൂവി
ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രഫി ഹാൻഡ്സ് ഡൗൺ ഒരു രക്ഷയില്ല, കിഡിലുമായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത പറയുന്നത് എഡിറ്റിങ് കിഡിലും എഡിറ്റിംഗ് ആയിരുന്നു. ഒരു നിമിഷം പോലും നമ്മൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഒതുങ്ങി നിന്നിട്ടില്ല. അതിൻ്റെ അപ്പുറത്തെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ലൈക്ക് അതായത് ചില സമയത്ത് തുടക്കത്തിൽ കഥയൊക്കെ ലീനിയറായിട്ട് പോവുമെങ്കിലും ഒരു പോയിൻറ്റിൽ നമ്മൾ അയ്യോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വേറൊരു ക്യാരക്ടറിൻ്റെ എൻട്രിയാണ്. ആ എൻട്രി തന്നെ ഒരു ക്യാരക്ടർ ലൈക്ക് ആ ക്യാരക്ടറിൻ്റെ സ്റ്റോറി പോകുന്നുണ്ട്, മറ്റൊരു ക്യാരക്ടറിൻ്റെ സ്റ്റോറിയും വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലത് നടക്കുന്നു, മറ്റേ സൈഡിലത് നടക്കുന്നു. അപ്പോൾ അതിങ്ങനെ മാറി വരുമ്പോഴും നമുക്കൊരു ബോറടിയോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല. അതെന്താണ് സംഭവിക്കുന്നത്, നമുക്ക് രണ്ടിടത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ രീതിയിലൊരു എഡിറ്റിങ്. പിന്നെ അവസാനം ടുവേഴ്സ് എൻഡ് വരുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ റിവീലാവുന്ന രീതിയിലും അതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി എഡിറ്റിംഗ് ആണ്, ഒന്നും പറയാനില്ല. കിഡിലെ എഡിറ്റിങ്. പിന്നെ കുറച്ച് ഷോട്ടുകൾ കുറവായതുപോലെ തോന്നി എഡിറ്റിങ്ങിലേക്ക് അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ. ഇപ്പോൾ അത് ഞാൻ അവസാനം ടുവേഴ്സ് എൻഡ് പറയാം. അതൊക്കെയാണ് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് മൂവിയിൽ തോന്നിയത്. അത് ഞാൻ ടുവേഴ്സ് എൻഡ് പറയാം. അപ്പോൾ അത് ഇത്രയാണ് ആ പരിപാടി ചെയ്തിരിക്കുന്നത്. പിന്നെ ഫൈറ്റ് ഒരു ഡീസൻറ്റ് നല്ലൊരു ഫൈറ്റുകളായിരുന്നു. ലൈക്ക് കൂടുതലും ഇതിനകത്ത് ഗൺ ഫയറുകളായിരുന്നെങ്കിലും പോലും രസമായിട്ടുള്ള കുറച്ച് ഫൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല അത്യാവശ്യം വാവ് എലമെൻ്റൊന്നുമില്ല, ബട്ട് സ്റ്റിൽ കൊറിയോഗ്രഫി നല്ല ഒരു കൊറിയോഗ്രഫി, ഒരു എബോവ് ആവറേജ് കൊറിയോഗ്രഫി. എക്സലൻ്റ് ഒന്നും പറയാനില്ല, ബട്ട് കൊറിയോഗ്രഫി കൊള്ളായിരുന്നു. ആക്ഷൻ കൊറിയോഗ്രഫി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഗണ്ണ് പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നമാണ്. നായകൻ നെഞ്ചു വിരിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്നു, പിന്നെ വെടിവെക്കുമ്പം അയാൾക്ക് മാത്രം കൊള്ളുന്നില്ല, ബാക്കിയുള്ളവർക്കെല്ലാം അത് ഇപ്പോഴും അത് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണത് മാറുന്നതെന്ന് അറിയത്തില്ല. അതുപോലെ ഗണ്ണ് മേ ബി ഇവർ യൂസ് ചെയ്യാൻ അറിയാത്തവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെ കാണിക്കുന്നത്. ബട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒളിച്ചിരുന്ന് വെടിവെക്കുന്നതോ ജസ്റ്റ് കണ്ട് മാത്രം നമുക്ക് ഒരു മറവ് വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മൾ വെടിവെക്കുന്നത്. നമ്മൾ പല മൂവീസിൽ അല്ലെങ്കിൽ പല ആൾക്കാർ ഗണ്ണ് യൂസ് ചെയ്ത് കണ്ട് ശീലമുള്ളതാണെങ്കിലും അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. ലൈക്ക് എല്ലാവരും നെഞ്ചു വിരിച്ച് വന്ന് നടുക്കപ്പോൾ സാധാരണ ആൾക്കാർ വെടിവെക്കുന്നതിൽ ഓക്കെ, ഇപ്പോൾ പോലീസുകാർ വെടിവെക്കുന്ന ഒരു കുറേ സീൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അവർ ട്രെയിൻഡ് ഫൈറ്റേഴ്സാണ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഷൂട്ടേഴ്സാണ്. അപ്പോൾ അവർ വെടിവെക്കുമ്പോൾ പോലും എന്താ പറയുക, ഒരു മറവ് വെക്കാതെ ഡയറക്റ്റ് വന്ന് വെക്കുന്ന പോലൊരു സംഭവം. പിന്നെ ഗണ്ണ് യൂസ് ചെയ്യുന്ന AK-47 എടുത്ത് വെടിവെക്കുന്നുണ്ട്. അത് വെടിവെക്കുമ്പം ഡയറക്റ്റ് വെടിവെക്കുമ്പോൾ ഒരു റീകോയിൽ എന്ന് പറയുന്ന സംഭവമുണ്ട് ഗണ്ണിന്. സിനിമയിൽ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ്. റീകോയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് ഒരു AK-47 എടുത്ത് വെടിവെക്കാൻ അന്ന് നടക്കുന്ന കേസല്ല, നമുക്കറിയാം അതിൻ്റെ റീകോയിൽ എത്രയാണ്. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് മറ്റേ ടോയ് ഗണ്ണ് വെച്ച് വെടിവെക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. അതൊക്കെ ഡയറക്ഷൻ്റെ പാർട്ടി വന്ന കുറേ പ്രശ്നങ്ങളാണ്. അത് എനിക്കത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരു സീന് ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്ന ഒരു സീൻ. അതിൽ വമികയും അവനും തമ്മിൽ ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുന്ന ഒരു സീൻ വന്നു കഴിഞ്ഞിട്ട് അത് സസ്റ്റെയിൻ ചെയ്ത് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്ത് അനുരുദ്ധ പീക്ക് ലെവലിൽ ഇങ്ങനെ നിർത്തിയേക്കാണ്. അടുത്ത ഷോട്ടെന്ന് പറയുന്നത് വമിക വായിന്ന് തുറന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് അതിനകത്ത് ഷോട്ട് വെച്ചിരിക്കുന്നത്. ലൈക്ക് ഒരു കാറിനകത്താണ് ആ ഷോട്ട്. ആ കാറിനകത്ത് വാനിനകത്ത് ചരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നതാണ്. നെക്സ്റ്റ് ഷോട്ട് അതാകുമ്പം അതിനകത്തൊരു ഫില്ലേഴ്സ് ലൈക്ക് അതിനൊരു ഷോട്ട് വേണം. സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. ലൈക്ക് അവിടെ ഒരു സംസാരം നടന്നു, അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു സംഭവം നടന്നു, നേരം വെളുക്കുന്നതോ ആയിട്ടുള്ള സീൻ മറ്റോ ആണ്. അപ്പോൾ അതിനകത്ത് വേറൊരു ഫില്ലർ ഒരു സീൻ അതിൻ്റെ ഇടയ്ക്ക്, ഒരു സീനല്ല ഒരു ഷോട്ട് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം അതിനകത്ത് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സംഭവം ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിയേഡായിട്ട് നമ്മുടെ ഒടിയനകത്ത് മോഹൻലാൽ പറഞ്ഞിട്ടില്ല, ലൈക്ക് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് നമ്മുടെ ഇവൻ്റെ പേരെന്താ സോറി മഞ്ജു വാര്യർ ചോദിച്ച പോലെ ആ ഒരു വിയേഡായിട്ട് തോന്നിയില്ല. ആ ഒരു സംഭവമാണ് എനിക്ക് ഇതിലും തോന്നിയത്. അത് ഈ ഒരു എന്താ പറയുക ഡയറക്ഷൻ്റെ പ്രശ്നമാണ്. ലൈക്ക് ഒരു ഷോട്ടും കൂടെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അതുപോലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നുണ്ട്. ചില ഷോട്ടുകൾ കംപ്ലീറ്റ്നെസ് ഇല്ലാത്ത പോലോ അല്ലെങ്കിൽ ആ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഇതിനകത്ത്
ചിലത് ഭയങ്കര മിസ്സിങ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ ഇമോഷണലി കണക്റ്റ്, അപ്പോൾ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിന് ഓൾറെഡി അത് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ അഭിപ്രായമാണെന്നില്ല. മേ ബി ഇത് OTT തിയേറ്ററിൽ ഇപ്പോഴത്തെ ആ ഒരു വൈബിലിരുന്ന് കാണുമ്പോൾ നമ്മളതൊക്കെ ഓക്കെ സെറ്റായിട്ട് പോകുമായിരിക്കാം. മേ ബി ഞാൻ കണ്ട തിയേറ്ററിൽ എന്താ പറയുക, സ്പീക്കറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ആ ഒരു വൈബ് കാരണമായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഫീൽ വന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ സിറ്റുവേഷൻ ആൻഡ് ക്യാരക്ടർ. അത് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, പറഞ്ഞു വന്നത് കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ ചില സീൻസിലൊന്നും ലൈക്ക് അവർക്കിപ്പം നമ്മളൊരു സിനിമ എന്ന് പറയുന്ന ഒരു കഥ പറയുമ്പോൾ ആ കഥ കേൾക്കുന്ന ആൾക്ക് ആ കഥ അയാളെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് ഒരു സിനിമ കാണുന്ന സമയത്ത് ആ സിനിമയിലെ ക്യാരക്ടറിൻ്റെ വിഷമം നമുക്കും കൂടെ തോന്നുമ്പോഴാണ് അതൊരു സക്സസ്ഫുൾ ഒരു കഥ പറച്ചിലായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആ ഇമോഷൻ ഭയങ്കരമായിട്ട് എനിക്ക് കിട്ടിയില്ല. ലൈക്ക് മനസ്സിലായില്ല, ഇമോഷനുണ്ട്, ക്യാരക്ടറിന് ഓരോ ഇമോഷനുണ്ട്, അതൊക്കെ. ബട്ട് അത് ഇങ്ങോട്ട് എത്തിയില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നി. അത് ഈ പറഞ്ഞ പോലെ എനിക്ക് മാത്രം തോന്നിയത്, എൻ്റെ ഫ്രണ്ടിന് ഓക്കെ ആയിരുന്നു. അതെനിക്ക് ഓക്കെ, അങ്ങനെ ഒരു സംഭവം തോന്നി. പിന്നെ അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ തോന്നി. ലൈക്ക് ഒരാൾ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ് എന്ന് കാണിക്കാൻ വേണ്ടി തുരുതുര അയാൾക്ക് കോൾ വരുന്നു, അയാൾ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നു. അതൊക്കെ കുറേ അങ്ങ് ഓവറാക്കിയത് പോലെ, 1-2 പ്രാവശ്യം ഓക്കെ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഇതിൽ പറയുന്നത് പോലെയല്ല. അതിനകത്ത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുന്നതായിട്ട് കുറേ സീൻസ്, കുറേ ക്യാരക്ടേഴ്സ്, അങ്ങനെ ഇയാൾ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ പരിപാടിയാണ്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറക്ഷൻ്റെയും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനകത്തുള്ള ചെറിയ പാളിച്ച. സ്ക്രിപ്റ്റ് പക്ഷേ നല്ല രീതിയിലാണ്, നല്ല രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ പരിപാടി എന്ന് പറയുന്നത് 2 സ്ത്രീകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കഥ, അതിൻ്റെ ഇടയിലേക്ക് വന്നു വിടുന്ന ഒരാളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അയാൾ വേറെ ഡിഫറെൻറ്റ് ക്യാരക്ടർ, നിസ്സഹായാവസ്ഥയിലുള്ള 2 പേര്, അതിനിടയിലേക്ക് വന്നിരിക്കുന്ന വേറൊരാൾ. അപ്പോൾ അതിനകത്ത് പുള്ളി എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നതെന്നും പുള്ളിയുടെ ക്യാരക്ടർ അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നതെന്നും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. മോസ്റ്റ്ലി ലൈക്ക് ഇപ്പം അതിൻ്റെ ഇത് കാണുന്ന പോലെ തന്നെ, ടൈറ്റിൽ കാർഡ് കാണുന്ന പോലെ തന്നെ ഒരു ഗൺസ് ആൻഡ് റോസസ് പരിപാടിയാണ് ഇതിനകത്ത് മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. മൊത്തത്തിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഡയറക്ഷൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് പറയുമ്പോൾ ഡയറക്ഷൻ്റെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു മിസ്റ്റേക്സൊക്കെ കണ്ടു വന്നത്. അതും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിടിലമായേനെ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്തത് നമ്മുടെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. ഒന്നാമത്തെ കേസ്, ആദ്യമേ വന്ന പെൺകുട്ടി, അത് എനിക്കറിയില്ല പേരെങ്ങനെയാണെന്ന്, അവർ അടിപൊളിയായിട്ട് ചെയ്തു. നല്ല കിടിലൻ കാസ്റ്റിംഗ് ആയിരുന്നു, സൂപ്പറായിട്ട് അവർ ആക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് പറയുന്നത് വമീക ഗബ്ബി, ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ് ആയിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ കിടിലൻ കാസ്റ്റിംഗ്. അവർ എന്താ പറയുക, ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേക്ക് സിനിമ മൊത്തത്തിൽ ഷോൾഡർ ചെയ്യുന്നവരാണ്. അവരുടെ ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഷോട്ടുകളൊക്കെ ഉണ്ട്. ഒരു സീനിലുണ്ട്, ഒരു റോസപ്പൂ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ക്ലോസപ്പ് ഷോട്ടുണ്ട്, അടിപൊളി ഷോട്ട്, ഒരു രക്ഷയില്ല. അവർ കിടിലമായിട്ട് അവരുടെ ഇമോഷൻ കംപ്ലീറ്റ് കൺവേ ആയിട്ടുണ്ട്. ആ ഇമോഷൻ മൊത്തം ത്രൂ ഔട്ട് ക്യാരിയും ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട് ഓഡിയൻസുമായിട്ട്. നോ വേർഡ്സ്. അടുത്തത് വില്ലൻ പക്കാ വില്ലൻ, അടിപൊളി ഒരു വില്ലൻ ക്യാരക്ടർ. നല്ല എന്താ പറയുന്നത്, അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരടി കൊടുക്കാൻ തോന്നും. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ കാണിക്കുന്ന വില്ലത്തം പുള്ളിയുടെ ഇതിൽ അവർക്ക് ഓക്കെയാണ്, ലൈക്ക് എന്താ പറയുക, അവർക്ക് ജസ്റ്റിഫയബിളാണ്. നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും. അതാണ് ഒരു കറക്റ്റ് ഒരു ക്യാരക്ടറൈസേഷൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി എന്താ പറയുക, പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ, പുള്ളിക്കൊരു ആർക്കുണ്ട്, ക്യാരക്ടർ ആർക്ക്. അതുപോലെ തന്നെ നായകൻ്റെ കൂട്ടുകാർക്കും ക്യാരക്ടർ ആർക്കുകളുണ്ട്. ലൈക്ക് കഥ തുടങ്ങുമ്പോൾ അവരിങ്ങനായിരുന്നു, അല്ലെങ്കിൽ ഇവരിങ്ങനാണ്, അങ്ങനെയുള്ളവരിങ്ങനെയൊക്കെ എത്തി, അല്ലെങ്കിൽ ഇങ്ങനെ അവർ ബിഹേവ് ചെയ്യത്തുള്ളൂ. അവർക്ക് പ്രത്യേക തരത്തിലൊരു ക്യാരക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സിനിമയിൽ ഭയങ്കര പോസിറ്റീവായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ, ലൈക്ക് ഒരു കാസ്റ്റിങ്ങേ ഉള്ളൂ. അത് ലോകേഷ് കനകരാജിൻ്റെ കാസ്റ്റിങ്ങാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ആക്ച്വലി പടത്തിന് വേണ്ട ക്യാരക്ടർ പരിപാടിയൊക്കെ തന്നെയാണ് പുള്ളി പിടിച്ചതെങ്കിലും ഇതിൽ ഞാൻ എപ്പോഴും പടം കണ്ടുകൊണ്ടൊരു പോയിൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇത് ധനുഷോ അതല്ലെങ്കിൽ
ധ്രുവ് വിക്രമോ, വിക്രം എന്ന് ഞാൻ പറയുന്നില്ല, വിക്രത്തിന് ഐ മീൻ വിക്രത്തിൻ്റെ ആ ഏജിൽ ഇതുമായിട്ടങ്ങോട്ട് ശരിയായി പോകത്തില്ല. പക്ഷെ ധ്രുവ് വിക്രമോ അങ്ങനെ ആരെങ്കിലും, ധ്രുവ് വിക്രമിന് കുറച്ച് പ്രായക്കുറവാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താടിയും തലമുടിയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നാം. ഓക്കെ, ഞാൻ പറയുന്ന ആ ചാമിങ് ഫേസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ റഫായിട്ടുള്ള ഒരു 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 പരിപാടി ഉണ്ടല്ലോ, ഇതൊക്കെ ഇവനെ കൊണ്ട് പറ്റും, ഇവൻ ചെയ്ത് കാണിക്കും എന്ന് തോന്നുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ലോകേഷിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. മേ ബി പുള്ളി ഫസ്റ്റ് ആക്ടിങ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം ത്രൂ ഔട്ട് ദ മൂവി. പക്ഷേ പുള്ളി ക്യാരക്ടർ ക്യാരി ചെയ്ത് പുള്ളിക്കൊന്നും ലൈക്ക് പുള്ളിക്ക് ആ ഒരു, എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ലോകേഷിന് ആ ഒരു ഓറ ഉണ്ടായില്ല പടത്തിൽ. മൊത്തത്തിൽ ഒരു ഓറ കുറവുണ്ടായിരുന്നു. നമുക്കൊരു വില്ലന്, ഒരു നായകൻ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുമല്ലോ ഇവൻ അടിച്ച്, അതായത് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ലൈക്ക് ഈ നീ അവനെ വിട്ടിട്ട് പോയെങ്കിലും അവനായിരുന്നെങ്കിൽ നീ പിടിക്കപ്പെട്ടായിരുന്നെങ്കിൽ അവൻ നിന്നെ അങ്ങനെ വെറുതെ പോലീസുകാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോകത്തില്ല, അവൻ വന്ന് രക്ഷിച്ചാനെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 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 മാസ് എലമെൻ്റ് ഉണ്ടല്ലോ, ആ മാസ് എലമെൻറ്റ് ലോകേഷിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ല. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ എൻ്റെ കൂടെ വന്ന ആളും പറഞ്ഞതാണ് ഇതൊരു സ്റ്റാർ മെറ്റീരിയൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു മാസ് എലമെൻറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരാൾ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെ. കാരണം എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ മൂവി പുള്ളിക്കാരൻ എക്സ്പ്രഷൻ ചേഞ്ചസ് ഇല്ല. മോസ്റ്റ് ഓഫ് ദ കേസസ് പുള്ളി ജസ്റ്റ് ഓക്കെ ഞാനിവിടെ വന്നു ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും എന്താ പറയുക ഇമോഷണലി പുള്ളിക്ക് ഇമോഷനായത് എന്നിലേക്ക് കണ്ടില്ല. ഒരു കരയുന്ന സീൻസ് ഉണ്ട്, ആ കരയുന്ന സീനിൽ ആണ് പുള്ളി ഒന്ന് എക്സ്പ്രഷൻ ചേഞ്ച് വന്നത്. വേറെ എല്ലായിടത്തും ഒരേപോലെ തന്നെ ഇട്ടേക്കുന്നത്. അങ്ങനെ അതത്ര അങ്ങോട്ട് പിടിച്ചില്ല. വേറെ ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ ധനുഷാണെങ്കിൽ തന്നെയും അത് ക്യാരി ചെയ്തേനെ. അപ്പം ആക്ടറിൻ്റെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് വരുമ്പോഴത്തേക്ക് ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും, ഡെവലപ്പ് ആവും. അത് ഇവരാരാണെങ്കിലും ഇപ്പോൾ സൂര്യയോ അല്ലെങ്കിൽ വിക്രം ഐ മീൻ അങ്ങനെയുള്ള അതിഭീകരമായിട്ടുള്ള വിജയോ അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള കാസ്റ്റിംഗ് വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് അപ്പോഴും തോന്നിയത് കള എന്ന് പറയുന്ന മൂവിയല്ല, നമ്മുടെ മലയാളത്തിലെ ടോവിനോയുടെ മൂവി, അതിലെ വില്ലനുണ്ട്. ആ വില്ലൻ ഭയങ്കര സ്റ്റാർ കാസ്റ്റൊന്നുമല്ല, പുതുമുഖമാണ്. പക്ഷെ പുള്ളി ക്രിയേറ്റ് ചെയ്തൊരു ഓറയുണ്ട് ആ മൂവിയിൽ. പുള്ളി ആ മൂവിക്കകത്ത് പുള്ളിയുടെ ക്യാരക്ടറിനെ കൊണ്ടുപോയ ഒരു രീതിയുണ്ട്, അതിൻ്റെ ഒരു മാസ് എലമെൻ്റ് ഉണ്ട്. പുള്ളിയുടെ നമ്മളൊരു പോയിൻ്റ് കഴിയുമ്പോൾ പുള്ളിയുടെ സൈഡിലോട്ട് മാറും, മനസ്സിലായേ? ആ ഒരു സംഭവമുണ്ട്. ആ സംഭവം ലോകേഷ് കനകരാജിന് ഉണ്ടായിരുന്നില്ല ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുന്നത്, എനിക്കത്ര ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അതാണ് അതിനകത്തൊരു ചെറിയൊരു ഇതായിട്ട് തോന്നിയത്. പക്ഷേ അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. ഒരു ആവറേജിലോട്ട് കൊണ്ടുപോയത് ആ ഒരു പരിപാടിയാണ്. ബാക്കിയെല്ലാം കിടിലം വരുന്നു. അനിരുദ്ധൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ വേറെ ലെവൽ പരിപാടിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വമിക ഗബ്ബിയും കിടിലമായിട്ടാണ് ആ ക്യാരക്ടർ പോർട്രേ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ആക്ടേഴ്സും ഭയങ്കര റോയായിട്ടാണ് പടം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് എനിക്ക് മറ്റേ വയലൻ്റ് പരിപാടിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും വേണമായിരുന്നു എന്ന്. അതിനകത്തൊരു ഷോട്ടെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് കുറേ നാളായിട്ട് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ വയ്യാത്ത കുറേ ആൾക്കാരിൽ രക്ഷിക്കുന്നൊരു സീനുണ്ട്. ആ സീനകത്ത് ആ കറക്റ്റ് സംഭവത്തിൻ്റെ ഒരു ചെറിയൊരു മിമിക്കുണ്ട്. അതായത് ലൈക്ക് ഒരുത്തൻ്റെ കൈ വെട്ടിയിട്ട് കൈ പിടിച്ചിരിക്കുന്ന വേറെ പെൺകുട്ടിയുടെ കയ്യിലാണ്. ആ കൈ അവനെടുത്ത് മാറ്റി, ഇനി നീ പോ എന്ന് പറയുന്നൊരു സീനുണ്ട്. അതായത് ആ കൈ കയറി പിടിച്ചവൻ്റെ കൈ വെട്ടിക്കളഞ്ഞിട്ട് ആ കൈ അവന് മാനുവലായിട്ട് എടുത്ത് മാറ്റി, എന്നിട്ട് പൊക്കാൻ പോകും. എൻ്റെ ദൈവമേ, ആ സമയത്ത് മൊത്തത്തിൽ എനിക്കൊരു എന്താ പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. ഒന്നാമത് ആ ഒരു രംഗം കണ്ടതിൻ്റെ ഒരു ഫീലിംഗ്, ഒരു തലവരിപ്പും. പിന്നെ അതുപോലെ തന്നെ കൈയെടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹൈ കിട്ടുമല്ലോ, ലൈക്ക് ഓയ്യോ, അത് എന്താ പറയുക അത് ഭയങ്കര അത് ലോകേഷ് ആയതുകൊണ്ട് അത് സിമ്പിളായിട്ട് പോയി. ഈവൻ ഡയറക്ടറിന് കുറച്ചും കൂടെ ഷോട്ടുകളൊക്കെ ആഡ് ചെയ്ത് ഭയങ്കര ഇതാക്കായിരുന്നു. ആ സീൻ്റെ കാര്യമല്ല, ബാക്കി എല്ലാ സീനിലും. ബട്ട് അതൊന്നും ആഡ് ചെയ്യാതെ ഒരു റോ ആയിട്ട് പോയതുകൊണ്ട് തന്നെ ആക്ടറിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഓറോ കുറഞ്ഞത് പോയാൽ തോന്നി. ഇങ്ങനെയുള്ള കുറേ സീൻസുകളുണ്ട് ഈ പടത്തിനകത്ത്, അടിപൊളി സീൻസുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ചില കാര്യങ്ങൾ കുറവായിട്ടുള്ളത് പോലെ അതൊരു കുറവായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് തോന്നി. ടോട്ടലി പടം കിടിലൻ പടമാണ്.
പടം കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ വാവ് നല്ലൊരു പടമാണല്ലോ എന്നുള്ളൊരു സംഭവം വന്നു. ഫ്രണ്ടിന് കൂടെ വന്ന ഫ്രണ്ടിന് ഭയങ്കരമായിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ട്. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ എൻ്റെ അഭിപ്രായം ഇങ്ങനെ തന്നെ ആയിരുന്നു. അത് തന്നെയാണ് എനിക്കിപ്പോഴും. ഞാൻ പിന്നെ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എനിക്ക് പടം മൊത്തത്തിൽ പോസിറ്റീവാണ്, കിടിലം പടം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, അത് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്ന കാര്യങ്ങൾ ആണ് ഈ പറഞ്ഞത്. എന്നാൽ നീ എടുത്ത് കാണിക്കട എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അതങ്ങനെയല്ലല്ലോ. നമുക്ക് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു നമുക്ക് അഭിപ്രായം പറയാമല്ലോ. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് DC കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കുട്ടികളായിട്ട് പോകരുത്. കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു പടമല്ല. വയലൻറ്റ് ഗോർ രംഗങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതൊക്കെ ഓക്കെ ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വേറെ ഒന്നും കവർ ചെയ്യാൻ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇതിനെക്കുറിച്ച്. നമുക്കിനി അടുത്തൊരു പടമായിട്ട് കാണാം. ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം കാണാൻ പോകുന്നുണ്ട്. കണ്ടിട്ട് വന്നിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പം നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ താഴെ പറ. എത്ര പേർക്ക് ഇത് തോന്നിയെന്ന് അറിയണമല്ലോ. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബേഴ്സ് 27 പേരെ കണ്ടേ ഉള്ളൂ. ആ 27 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ കണ്ടു നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പരിഗണിക്കുക. പിന്നെ ഫോളോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണിയടി ശബ്ദം കേൾക്കാം, കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. പലം പറഞ്ഞ പോലെ. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.